ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അതുൽ. എനിക്കറിയാം ഞാൻ ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ടെന്ന്. ലൈക്ക് എൻ്റെ ഫൈനൽ ഇയർ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞ് ഇപ്പോൾ റിസൾട്ട് വന്നു, പാസ്സായി. ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ടായി. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ലൈഫിലെ എൻ്റെ ആദ്യത്തെ സൺഡേ ക്യാമ്പ് അതിന്നാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ ഹോസ്റ്റലിൽ നിന്ന്. അപ്പം നമുക്ക് രാവിലെ 8:15 ആകുമ്പോൾ നമ്മുടെ ബസ് അവിടെ വരും. അതിനകത്ത് നമുക്ക് കയറിപ്പോകാം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ പോയി ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മൾ വണ്ടിയിൽ ചെന്ന് കയറാൻ വേണ്ടി. അപ്പം ഞാൻ പഠിക്കുന്ന കോളേജ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ക്യാമ്പ് നടത്താറുണ്ട്. അപ്പോൾ അത് പല സ്ഥലങ്ങളിൽ പോയി നമ്മളിങ്ങനെ ക്യാമ്പ് നടത്താറുണ്ട്. അതിങ്ങനെ ചിലപ്പോൾ സൺഡേ ആവാം, ചിലപ്പോൾ നോർമലുള്ള വീക്ക് ഡേയ്സിലും ആവാം. ഈ സൺഡേയിലുള്ള ക്യാമ്പിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ക്യാമ്പുകളായിരിക്കും. അപ്പോൾ ലൈക്ക് ബേസിക് ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്യും നമ്മൾ പോകുന്നിടത്ത്. അതല്ലാതെ സ്ക്രീനിങ് ക്യാമ്പുകളുണ്ട്. ആ ടൈപ്പ് ക്യാമ്പുകളിൽ നമ്മൾ ജസ്റ്റ് ഓറൽ ഹെൽത്ത് സ്ക്രീനിങ് മാത്രമേ നടത്തത്തുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ട്രീറ്റ്മെൻറ്റ് ക്യാമ്പിനാണ്. നമുക്കിനി അവിടെ ചെന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ കാണാം. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്കിവിടെ ഫുഡ് ഉണ്ടായിരുന്നു എന്ന്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ക്യാമ്പിന് വേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം സെറ്റാക്കി വെക്കാൻ വേണ്ടി നമ്മൾ ക്യാമ്പ് കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഇതാണ് നമ്മുടെ ക്യാമ്പ് കിടക്കുന്ന മൊബൈൽ ഡെൻ്റൽ ക്ലിനിക്ക്. ഈ നമ്മളിവിടെ ആദ്യമേ നമ്മൾ പേഷ്യൻസ് വരുമ്പോൾ ഇവിടെ വെച്ച് സ്ക്രീൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മുടെ മൊബൈൽ ഡെൻ്റൽ ക്ലിനിക്കിലോട്ട് പേഷ്യൻസിനെ വിടുന്നത്. അപ്പോൾ ആദ്യമേ നമ്മളിവിടെ വന്ന് കേസ് ഹിസ്റ്ററി എടുത്ത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ മേലോട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വിടുന്നത്. അപ്പം അതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഉച്ചക്കലത്തെ ക്യാമ്പെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് നല്ല അടിപൊളി സദ്യ ഉണ്ട്. നല്ല 5-6 കൂട്ടം കറികളൊക്കെ ആയിട്ടുള്ള അടിപൊളി സദ്യയായിരുന്നു ഇവിടെ നമുക്ക് ഇവിടെ ഓർഗനൈസേഴ്സ് സെറ്റ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മളെ വണ്ടിക്കകത്ത് വന്ന് കയറുവാണ് തിരിച്ച് പോകാൻ വേണ്ടി. അപ്പം നമ്മൾ ക്യാമ്പെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ ഹോസ്റ്റലിൽ വന്ന് കുറേ നേരം റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ലുലുവിൽ പോയി വാങ്ങിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങ് വാങ്ങിക്കാം. അങ്ങനെ ലുലുവിലോട്ട് ഇറങ്ങിയേക്കുക. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കണം ബസ് കിട്ടുന്നിടം വരെ എത്താൻ. എന്നിട്ട് ബസ്സിൽ കയറി ലുലുവിലോട്ട് പോകണം. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബസ് കിട്ടുമോയെന്ന് അറിഞ്ഞുകൊണ്ട്, കാരണം ഇപ്പോൾ സമയം രാത്രി 7 മണിയോളമായി. അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇനി ബസ് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. എന്തായാലും ലേറ്റായി പോയതുകൊണ്ട് ബസ് മിസ്സായി. ഇനിയപ്പം അവിടെ കണ്ട ഒരു ഓട്ടോ ചേട്ടനെ വിളിച്ച് അങ്ങ് ലുലുവിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോയ്ക്കകത്ത് ചാടി കയറി അങ്ങ് ലുലുവിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. റോഡിൽ ഇപ്പം തിരക്കൊന്നുമില്ല. ഇനി മെയിൻ റോഡിൽ ചെല്ലുമ്പോൾ അറിയാം അവിടെ എന്തെങ്കിലും തിരക്കോ എന്തെങ്കിലും ഉണ്ടോ. തിരക്ക് കാണത്തില്ലായിരിക്കും എന്നങ്ങ് വിശ്വസിക്കാം. നമ്മളിപ്പോൾ ഷോർട്ട് കട്ട് എടുത്ത് വന്നോണ്ടാണ് കേട്ടോ. മെയിൻ റോഡിൽ കൂടെ വരുവാണെങ്കിൽ കണ്ടാൽ അവിടുത്തെ തിരക്ക് കണ്ടാൽ അവിടെ കിടന്നേനെ. ഇപ്പോഴും ഷോർട്ട് കട്ട് എടുത്ത് വന്നതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് എത്തിയത്. അങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി, റോഡ് ക്രോസ് ചെയ്യണം. പക്ഷേ റോഡിൽ നല്ല തിരക്കുണ്ട്. പ്രത്യേകിച്ച് പോകുന്ന എല്ലാവരും സൺഡേ ആയിട്ട് പോകുന്നതുകൊണ്ടായിരിക്കും. ഇനി അപ്പം ലുലുവിനകത്തോട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ലുലുവിനകത്തോട്ട് കയറി.
ഇങ്ങനെ നോക്കുമ്പോൾ ലുലുവിനകത്ത് വലിയ തിരക്കൊന്നും കാണുന്നില്ല ഇപ്പം. ഇനി അകത്തോട്ട് ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയാണ്. അങ്ങനെ നടന്ന് നമ്മളിങ്ങനെ ലുലുവിൻ്റെ എൻട്രൻസിലുള്ള സ്കാനിങ് ഏരിയയിലെത്തി. കയറിയപ്പോൾ തന്നെ എന്തോ കുടുകുടു എന്ന് പറഞ്ഞിട്ട് അടിച്ച്. ബാഗിനകത്ത് കിടക്കുന്ന താക്കോലാണ്. ഇവിടെ വന്നപ്പോൾ അതാ IPL വലിയ TV ഇട്ടേക്കുന്നു, പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ എന്തോ ലുലുവിൻ്റെ ചോക്ലേറ്റ് ഫെസ്റ്റ് എന്തോ നടക്കുന്നുണ്ട്. അവിടെ നല്ല തിരക്കുണ്ട്. പിന്നെ ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ടിറങ്ങി. പറയാതിരിക്കാൻ പറ്റത്തില്ല, ലുലുവിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഇത് ലുലുവിൽ ബാക്ക് ടു സ്കൂൾ ഡേയ്സ് ഓഫർ നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്ക്. അതുകൊണ്ടോ വണ്ടികൾ ക്യൂ നിൽക്കുകയോ ഇവിടെ അകത്തോട്ട് കയറാൻ ലുലുവിനകത്തോട്ട്. ഇപ്പോൾ സമയം ഒരു 8-8:30 ആയതേ ഉള്ളൂ. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ലുലുവിന് സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോകാം. തിരിച്ചും ഓട്ടോ തന്നെ ശരണം. അങ്ങനെ അവിടെ കണ്ട ഒരു ഓട്ടോയ്ക്ക് ചാടിക്കയറി. ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ നമ്മുടെ ഹോസ്റ്റലിൻ്റെ പേര് പറഞ്ഞ് അവിടെ കൊണ്ട് ഇറക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ബാഗിൽ നിറയെ സാധനങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാൻ വേണ്ടിയൊന്നുമില്ല. അവിടെ ചെന്നിട്ട് പോയി കിടന്നുറങ്ങുക, അത്ര തന്നെ. ഫുഡ് കഴിയുക, പോയി കിടന്നുറങ്ങുക. അങ്ങനെ ഇന്നത്തെ പരിപാടികൾക്കെല്ലാം ശേഷം തിരിച്ച് നമ്മൾ ഹോസ്റ്റലിൻ്റെ വാതിൽക്ക് എത്തിയേക്കും. ഇനി പരിപാടി ഹോസ്റ്റലിൽ ചെല്ലുക, കയറി കിടന്നുറങ്ങുക. നാളെ രാവിലെ ഇനി അടുത്ത കോളേജിൽ പോകാനുള്ള പരിപാടി എല്ലാം സെറ്റാക്കുക. ഒക്കെയുള്ള പരിപാടി. അപ്പം ബൈ ഗൈസ്.